ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഹെന്ന പേസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള മെത്തേഡാണ്. മുടിയിൽ ഹെന്ന ചെയ്യുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കളറ് കിട്ടാനും പിന്നെ ഈ നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് നാച്ചുറലായിട്ട് തന്നെ മുടി കറുപ്പിക്കാനും നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് ഹെന്ന ചെയ്യുന്നത്. സോ ഞാനിവിടെ ഗോദ്രേജിൻ്റെ ഈ ഒരു 50 ഗ്രാം ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലൊരു അയേൺ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഹെന്ന പൗഡർ എടുക്കാവുന്നതാണ്. അയേൺ പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആണിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി ഇതിലേക്ക്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ബീട്രൂട്ട് ജ്യൂസ്. ഞാനിവിടെ ഏകദേശം ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂടും. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ലൈം ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു ഹാഫ് ലൈം. ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേയില വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ഡിക്കേഷനിലുള്ള തേയില വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി. പെട്ടെന്ന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ നിൽക്കില്ല ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ നെല്ലിക്ക പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൂടി ഇതിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നൈറ്റ് ഫുള്ളായിട്ട് വെക്കുകയാണ്. നന്നായിട്ട് ആ അയേണിൻ്റെയും അതുപോലെ തന്നെ മിക്സിൻ്റെയൊക്കെ സത്ത് നന്നായിട്ടൊന്ന് ഹെന്ന പേസ്റ്റിലേക്ക് വരാനാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പം രാവിലെ ഇങ്ങനൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടോ. വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു കറുപ്പ് കളറിലെ അയേണിൻ്റെയൊക്കെ കുറച്ച് സത്തൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഹെന്ന മിക്സിലേക്ക്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഞാൻ ഇത്തിരി ഒരു ലൈറ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഫൈനലി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ സ്മെല്ല് വല്ലാതെ വരും മുട്ടയ്ക്ക്, അതുകൊണ്ട് ഇതിൽ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ മഞ്ഞയും എടുക്കാം. സോ ഇതുപോലെ ചെറിയൊരു ഹോളാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ. ഈ എഗ്ഗ് വളരെ നല്ല പ്രോട്ടീനാണ് ഹെയർ ഗ്രോത്തിന്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ യെല്ലോ എടുക്കാം മുട്ടയുടെ. അപ്പം സ്മെല്ല് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ റൂട്ട് സ്കാൽപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1 മുതൽ 3 മണിക്കൂർ വരെ ഇത് വെക്കാം. നമുക്ക് തണുപ്പൊന്നും ചേരില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഇല്ല നമുക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൂടെ വെക്കാവുന്നതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.